വർക്കല വട്ടപ്ലാമൂട് 48 ഏക്കർ കോളനിയിൽ കളിസ്ഥലം യാഥാർത്ഥ്യമാകുമോ? കായിക പ്രേമികൾ ആശങ്കയിൽ. ഇവിടെ കളിസ്ഥലം പുരോഗമിക്കണം. പിന്നെ അതിനൊത്ത് നമ്മുടെ ഈ പ്രേക്ഷകരായാലും എൻ്റെ ജ്യേഷ്ഠാനുജന്മാരായാലും ഈ കളിക്കുന്ന സ്ഥലം എങ്ങനെയെങ്കിലും വീണ്ടെടുക്കണം എന്നുള്ള പ്ലാനാണ് അവർക്കുള്ളത്. വാർത്തകൾ വിശദമായി. വർക്കല വട്ടപ്ലാമൂട് 48 ഏക്കർ കോളനിയിലെ കായിക പ്രേമികളുടെ ചിരകാല അഭിലാഷമാണ് കളിക്കളം. വർഷങ്ങളായി ജനപ്രതിനിധികൾ ഈ ആവശ്യം അവഗണിക്കുകയാണ്. എല്ലാ വർഷവും നമ്മളിവിടെ ടൂർണമെന്റ് നടത്താറുണ്ട്. ഇത് 5ാം വർഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വർഷത്തിലൊരു 3 ടൂർണമെന്റായിട്ടാണ് നമ്മൾ നടത്തുന്നത്. ഒന്ന് ന്യൂ ഇയറിന്, അത് നമ്മളെന്ന് അകാലത്തിൽ പിരിഞ്ഞുപോയ നമ്മളെ സുഹൃത്തുക്കളുടെ പേരിലാണ് അത് ചെയ്യുന്നത്. ഒന്ന് അംബേദ്കർ ജയന്തിക്കാണ് ചെയ്യുന്നത്, ഒന്ന് ഓണാഘോഷം. ഈ 3ആയിട്ട് നടത്തുന്നുണ്ട്. നമ്മളിവിടെ കളിക്കുന്നതിൽ നമുക്ക് സ്ഥലപരിമിതി ഉണ്ട്. കാരണം സ്ഥലം നമുക്കുള്ളതല്ല, വേറൊരു ആളുടെയാണ്. അദ്ദേഹത്തിൻ്റെ നല്ലൊരു സപ്പോർട്ട് നമുക്കുള്ളതിൻ്റെ പേരിലാണ് നമുക്ക് ഈ കളിസ്ഥലം നമുക്ക് കളിക്കാനും എല്ലാം പറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത്തവണ ടെസ്റ്റായിട്ടാണ് എല്ലാ തവണയും കുട്ടി കളിക്കുന്നത്. നമുക്ക് വീശി അടിക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ല. അതിൻ്റെ ഗ്രൗണ്ടിന് വേണ്ടി നമ്മൾ ഇത്തവണ പഞ്ചായത്തും ബ്ലോക്കിലും എല്ലാം അവതരിപ്പിച്ചിട്ടുണ്ട്. അവർ നമുക്ക് ഉറപ്പ് തന്നേക്കാണ് തരാമെന്ന്. അവർ തന്നു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികളുടെ ഭാവി തലമുറയിൽ ലഹരിയിൽ നിന്നും മാറ്റിക്കൊണ്ടുവരാൻ അതൊരു വലിയ ഉപകാരമായിരിക്കും. ഇക്കഴിഞ്ഞ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളും കളിക്കളം യാഥാർത്ഥ്യമാക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയൊരു കോളനിയാണ് നമ്മൾ ഈ പറയുന്ന 48 ഏക്കർ എന്ന് പറയുന്ന ഈ ഒരു കോളനി. ചെമ്മരുതി പഞ്ചായത്തിലെ ഏറ്റവും വലിയൊരു കോളനിയാണ്. ഈ കോളനിയിൽ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു സാധനമില്ല. എല്ലാ കുട്ടികളും എല്ലാ വർഷവും ഈ എക്സസൈസ് എന്ന് പറയുന്ന സംഭവം വന്ന് 2 ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അതായത് ലഹരി വിമുക്തമാക്കാനായിട്ട്. ഇവർ ക്യാമ്പയിൻ കഴിയുമ്പോൾ പിന്നെ ഇവിടെ വേറൊരു പരിപാടിയായിട്ടും വരുന്നില്ല. പിന്നെ അതിൽ എല്ലാ കുട്ടികളും മാറി മാറി ഒരു അടിച്ചുറപ്പില്ലാത്ത ഒരു സ്ഥലത്ത് നിൽക്കുന്നതല്ലാതെ കളിക്കാനായിട്ട് നമുക്കൊരു ഗ്രൗണ്ടില്ല. ഗ്രൗണ്ട് എന്ന സ്വപ്നം നമ്മളെല്ലാവരും ഒരു യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നമ്മളടുത്ത് ആര് സഹകരിക്കുന്നോ അവരുടെ കൂടൊപ്പം നമ്മൾ ആത്മാർത്ഥമായിട്ട് എല്ലാവരോടും സഹകരിക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ കളിക്കുന്ന ഒരുപാട് പയ്യന്മാരുണ്ട്. ഇവർക്ക് സ്കൂളുകളിൽ പല രീതിയിലും കായികമായിട്ട് മേലോട്ട് പോകാനായിട്ട് ഉള്ള ഒരു പദ്ധതികളും ഈ വാർഡിനകത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന ചെമ്പല്ലി പഞ്ചായത്തിനകത്തോ ഇല്ല. ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ മുത്താന എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് ഗ്രൗണ്ടുണ്ട്. അതിനകത്ത് രാവിലെ തൊട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു 10 രൂപ പോയിന്റിലാണ് അവിടെ എത്തിപ്പെടാവുന്നത്. അവിടെ പോയി ഒരിക്കലും നമുക്ക് കളിക്കാനോ എടുക്കാനോ ഒന്നും പറ്റില്ല. പിന്നെ നമുക്ക് ആകെ എത്തിപ്പെടാൻ പറ്റുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അടുത്തൊരു ടർഫുണ്ട്. അതും മണിക്കൂറിന് 1200 രൂപ വെച്ചാണ് അവർ വാങ്ങിക്കുന്നത്. നമ്മളെല്ലാം കൂലി വിലക്കാരാണ്. ചേട്ടൻ തന്നെ നോക്കിയാൽ മതി, ഇവിടെ നിൽക്കുന്നവരെല്ലാം കൂലി വിലക്കാരാണ്. വർഷാവർഷം തോറും നടത്തി വരുന്ന ഒരു കായികമേളയാണ്. അപ്പോൾ നമ്മുടെ ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരായ നിരവധി ചെറുപ്പക്കാരും പ്രായമുള്ള ആൾക്കാരും എല്ലാം പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇവിടെ നമുക്ക് ഈ കളി കൊണ്ടുപോകാനും വരാനും നമുക്ക് സ്വന്തമായിട്ട് ഒരു ഗ്രൗണ്ടോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. എങ്കിലും നമ്മൾ മറ്റുള്ളൊരു ആളുടെ പ്രോപ്പർട്ടിയാണ്. അതിൽ നമ്മൾ ഇത്രയും കാലവും ഒരു 5-6 വർഷത്തോളമായി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമുക്ക് മെയിനായിട്ട് ഒരു കളിസ്ഥലം കിട്ടുകയാണെങ്കിൽ അത്രയും വളരെ ഉപകാരമായിരിക്കും. കാരണം ഒരുപാട് കായികമായിട്ട് മുന്നേറുന്ന ഒരുപാട് യുവതലമുറകൾ ഇവിടെ ഉണ്ട്. ഇതിൽ തന്നെ നമ്മുടെ ബ്ലൈൻഡ് ടീമിലൊക്കെ നാഷണൽ ലെവലിലെത്തിയ മനീഷ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു പയ്യൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇത് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഈ ചെറുപ്പക്കാരുടെയൊക്കെ ഇനി വരുന്ന തലമുറയെ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ സ്പോർട്സ് മെയിനാണ്. എൻ്റെ പേര് മനീഷ്. താങ്കളാണോ നാഷണൽ ലെവലിൽ പോയി കളിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്? അതെ. ഏതൊക്കെയാണ്? ഞാൻ ഫസ്റ്റ് വേൾഡ് കപ്പ് ആയിരുന്നു 2012 ആയിരുന്നു. അത് കഴിഞ്ഞ് 2 വർഷം മുന്നേ ദുബായ് സീരീസ്, ബംഗ്ലാദേശ് സീരീസ്. ആർക്കൊക്കെതിരെയാണ് കളിച്ചത്? ഞാൻ വേൾഡ് കപ്പിൽ പാകിസ്ഥാനെ കളിച്ചു. പിന്നെ അത് കഴിഞ്ഞ് സീരീസിൽ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഓസ്ട്രേലിയ. താങ്കൾക്കിപ്പോൾ ജോലിയുണ്ടല്ലേ? റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇപ്പം താങ്കൾ ഇവിടെയാണോ കളിച്ച് വളർന്നത്? ഞാൻ ഇവിടെയാണ് കളിച്ച് വളർന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞാൻ വളർന്ന കാലമല്ല ഇപ്പോഴത്തെ കാലം. പിള്ളേർക്ക് വേണ്ടത് ഗ്രൗണ്ട്, ക്ലബ്ബ്, അവർക്ക് വായനശീലം, പഠിത്തം, കളി. അപ്പോൾ ഇതിന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഞാനും ഇവിടെ വന്നത്. കാരണം ഞാനും ഇവിടെ കളിച്ച് വളർന്നതുകൊണ്ടാണ് ഇവരെല്ലാവരും നിന്ന് സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ നന്നായത്. അപ്പോൾ ഇതുകൊണ്ട് ഇനി മുന്നോട്ട് എല്ലാവരും നന്നാവുമെന്ന് എനിക്ക് വരുന്നില്ല. പക്ഷേ ഇത്തിരി കൂടെ വികലമാക്കുകയാണെങ്കിൽ, ഗ്രൗണ്ട് വികലമാവുകയാണെങ്കിൽ എല്ലാവരും അതും ക്ലബ്ബും കൂടെ ആകുമ്പോൾ എല്ലാവരും മെച്ചൂരിറ്റി ആവുന്നതാണ് എൻ്റെ പ്രതീക്ഷ. പുതിയ ഭരണസമിതി നിലവിൽ വന്നതോടെ കളിക്കളം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് കായിക പ്രേമികൾ. നിലവിൽ കുട്ടികൾ ഇവിടെയുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് കളിക്കുന്നത്. ഗ്രൗണ്ട് ഇല്ലേ? എന്താണ് ചെറിയ ഗ്രൗണ്ട് ആയതുകൊണ്ടാണ് കളി വേണ്ടത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇതിന് ചില പരിമിതികളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. കോളനിയിലെ പുതിയ തലമുറയിലെ കുട്ടികളും മുതിർന്നവരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടാതെ കായിക പരിശീലനത്തിലൂടെ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നതാണ് ലക്ഷ്യം.
പുതിയ ഭരണസമിതി ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് വട്ടപ്ലാമൂട് കോളനിയിലെ കായിക പ്രേമികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നു. ഞാൻ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പുതിയ മെമ്പറാണ് ഈ വാർഡിൻ്റെ. എന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുന്ന തന്നെ പറയാം, നിൽക്കുന്ന അതിന് ചേർന്നുള്ള 17-ാം വാർഡിലെ മെമ്പറാണ്. അപ്പോൾ ഇവരെ ദീർഘകാലമായിട്ടുള്ള ഒരു ആവശ്യമാണ് ഇവിടുത്തെ ഒരു ക്രിക്കറ്റും ഒരു സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കളിസ്ഥലം എന്നുള്ളത്. അതിന് എൻ്റെ ഭാഗത്തുനിന്ന് ഇവർക്ക് പൂർണ്ണമായ പിന്തുണ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതിന് ഇപ്പോൾ ഈ സ്ഥലം തന്നെ നമുക്ക് അതിൻ്റെ ഉടമസ്ഥരുമായി സംസാരിച്ച് പഞ്ചായത്തുമായി സംസാരിക്കുക, അതല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തുമായിട്ടോ ബ്ലോക്ക് പഞ്ചായത്തുമായിട്ടോ സംസാരിക്കാം എന്നുള്ളൊരു ഉറപ്പ് ഞാൻ അവർക്കും കൊടുത്തിട്ടുള്ള. അതിന് ഞാൻ അവരോടൊപ്പം ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പ് ഈ സമയത്ത് അത് മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റൂ. കാര്യം ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അത് ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും നമ്മുടെ പഞ്ചായത്തായാലും അവരുമായിട്ട് സംസാരിക്കാൻ ഞാൻ മുൻപന്തിയിൽ തന്നെ കാണും. ക്യാമറാമാൻ അരുൺ സാഗറിനോടൊപ്പം റിപ്പോർട്ടർ അജയ് കുമാർ, വർക്കല, കേരള ന്യൂസ് മീഡിയ.